എന്തുകൊണ്ടാണ് ലോക്സഭയിലേക്ക് ഇടതുപക്ഷം ജയിക്കണം, അതാണ് കേരളത്തിനും ഇന്ത്യക്കും നല്ലതെന്ന് പറയുന്നത് എന്നതിൻ്റെ പ്രകടമായ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന BJPയുടെ സ്ഥാനാർത്ഥി പട്ടിക. ലോക്സഭയിലെ MP-മാരുടെ പ്രകടനത്തിൻ്റെ ഡാറ്റയിലും MP ഫണ്ട് വിനിയോഗത്തിലും രാഷ്ട്രീയ പ്രാധാന്യമുള്ള ബില്ലുകളുടെ ചർച്ചാവേളയിലുമൊക്കെ ഇടത് വലത് MP-മാരുടെ പ്രകടനങ്ങൾ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തു കഴിഞ്ഞു. അത് വളരെ പ്രധാനപ്പെട്ടതുമാണ്. എന്നാൽ അതിനേക്കാളേറെ ഇന്നത്തെ കാലത്ത് സർവ്വപ്രധാനമായുള്ള കാര്യമാണ് പാർലമെൻറ്റിലെത്തിയാൽ എത്ര പേര് സ്വന്തം പാർട്ടിയിൽ തന്നെ അടിയുറച്ചു നിൽക്കുമെന്നും BJP രാഷ്ട്രീയത്തിനെതിരെ ശബ്ദിക്കുമെന്നുമുള്ള ചോദ്യം. AK ആൻ്റണി എന്ന മനുഷ്യൻ ഒരു 5 കൊല്ലം മുന്നേ വരെ കോൺഗ്രസിലെ അവസാന വാക്കായിരുന്നു. ഗാന്ധി കുടുംബ അംഗങ്ങൾ കഴിഞ്ഞാൽ അടുത്ത ഹൈക്കമാൻഡ്. 3ാം UPA എന്നൊന്ന് സംഭവിച്ചിരുന്നെങ്കിൽ രാജ്യത്തിൻ്റെ രാഷ്ട്രപതിയാകേണ്ടിയിരുന്ന ആൾ. 3/4 നൂറ്റാണ്ട് നീളുന്ന അങ്ങനെയൊരു കോൺഗ്രസ് ജീവിതമുള്ള ആളുടെ മകനാണ് ഇന്ന് BJP സ്ഥാനാർത്ഥി. സ്വന്തം വീട്ടിൽ പോലും കോൺഗ്രസിൻ്റെ ഒന്നാമത്തെ നേതാവ് എന്ത് BJP വിരുദ്ധ രാഷ്ട്രീയമാണ് പറഞ്ഞു കൊടുത്തത് എന്നതിന് തെളിവ്. അനിൽ ആൻ്റണിയുടെ അമ്മയും ഇന്ന് BJP അനുഭാവിയാണ്. മകനെ കോൺഗ്രസ് ഡിജിറ്റൽ മീഡിയ തലവനാക്കിയ അച്ഛൻ AK ആൻ്റണി മാത്രം ഒന്നും അറിയാത്ത ഇള്ളക്കുഞ്ഞായിരുന്നു എന്ന് വിശ്വസിക്കേണ്ടവർക്ക് അങ്ങനെ വിശ്വസിക്കാം. കണ്ണൂർ മണ്ഡലത്തിൽ ജില്ലാ കോൺഗ്രസിൻ്റെ മുൻ ഉപാധ്യക്ഷനും പിണറായി വിജയനെതിരെ മത്സരിച്ച മുൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമാണ് ഇന്ന് BJP ടിക്കറ്റിൽ മത്സരിക്കുന്നത്. KPCC പ്രസിഡന്റിൻ്റെ ഉറ്റ അനുയായി. മലപ്പുറത്താകട്ടെ ലീഗ് നോമിനിയായിരുന്ന മുൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി VCയും കോൺഗ്രസിൻ്റെ മുൻ PSC ചെയർമാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃപ്പൂണിത്തുറയിൽ BJP സ്ഥാനാർത്ഥിയായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് BJPയെ പരാജയപ്പെടുത്തി പ്രതിപക്ഷം അധികാരം പിടിച്ചെടുക്കുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് നമ്മൾ നേരിടുന്ന തെരഞ്ഞെടുപ്പല്ല. അങ്ങനെയാവണേ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഈ തെരഞ്ഞെടുപ്പ് രാജ്യത്തിൻ്റെ നിലനിൽപ്പിൻ്റെ പോരാട്ടം കൂടിയാണ്. യൂണിഫോം സിവിൽ കോഡ് മുതൽ പൗരത്വ നിയമം വരെ നടപ്പിലാക്കാനായി BJP അടുപ്പിൽ കയറ്റി വച്ചിട്ടുണ്ട്. പൗരത്വ നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ രാജ്യത്തെ ആദ്യത്തെ നിയമസഭയാണ് കേരള നിയമസഭ. പൗരത്വ നിയമം കേരളത്തിൽ നടപ്പിലാക്കില്ലെന്ന് പ്രഖ്യാപിച്ച ആളാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. മുത്തലാഖ് ബില്ല് മുതൽ ഏകീകൃത സിവിൽ കോഡ് വിഷയത്തിൽ വരെ പാർലമെൻറ്റിൽ ശക്തമായ പ്രതിരോധം തീർക്കുകയും ഇടപെടൽ നടത്തുകയും ചെയ്തവരാണ് ഇടതുപക്ഷ അംഗങ്ങൾ. ഇന്ന് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇരിക്കുന്ന 3-ൽ 2 അംഗങ്ങളും പഴയ കോൺഗ്രസ് നേതാക്കളാണ്. വാ തുറന്നാൽ ന്യൂനപക്ഷ വിരുദ്ധത ഛർദ്ദിക്കുന്ന പല സംസ്ഥാനങ്ങളിലെയും BJP മുഖ്യമന്ത്രിമാരും മുൻ കോൺഗ്രസ് നേതാക്കളാണ്. ഇതൊക്കെ മുന്നേ നമ്മൾ കേൾക്കുമ്പോൾ കേരളത്തിലെ കോൺഗ്രസിൽ ഇതൊന്നും സംഭവിക്കില്ല എന്ന് കരുതിയിരുന്നു. ചുരുങ്ങിയ സമയം കൊണ്ട് അത് കേരളത്തിലും സംഭവിച്ചിരിക്കുകയാണ്. BJPയുടെ 12 സ്ഥാനാർത്ഥികളിൽ 3 പേർ, അതായത് 25% മുൻ കോൺഗ്രസ് നേതാക്കളാണ്. ജനങ്ങൾക്ക് മുന്നിൽ അധികം ആലോചിക്കാനുള്ള കാരണങ്ങൾ പോലുമില്ല. നാളെ BJPക്ക് വേണ്ടി കൈപൊക്കാനുള്ളവരെ മതനിരപേക്ഷ കേരളം ജയിപ്പിച്ചു വിടണോ? BJP വിരുദ്ധ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കാവുന്ന അംഗങ്ങളെ പാർലമെൻറ്റിലേക്ക് ജയിപ്പിച്ചു വിടണോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ലോക്സഭയിലേക്ക് ഇടതുപക്ഷം ജയിക്കുന്നതാണ് കേരളത്തിനും ഇന്ത്യക്കും അഭികാമ്യം.